ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 870 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ലൂക്കോസ് 14 അധ്യായം 33 തിരുവചനം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളൊരു വീട് പണിയുമ്പോൾ അതിന് യോജിച്ചതായ ഒരു ഭൂമിയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ആ ഭവനം നിർമ്മിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ലഭ്യമാകുമോ എന്നും അവ ക്രമീകരിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കും. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ആ ഭവനത്തിൻ്റെ നിർമ്മാണം ഇടയ്ക്ക് വെച്ച് നിശ്ചലമാകും. അതങ്ങനെ കിടന്ന് നശിക്കും. അത് കാണുന്ന ആളുകൾ അത് നിർമ്മിക്കുവാൻ ആരംഭിച്ച ആളെ പഴിക്കുവാനും തുടങ്ങും. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് യുദ്ധത്തിനൊരുങ്ങുന്ന ഒരു രാജാവ് ആവശ്യമായ സൈന്യബലം ഉണ്ടോ എന്ന് പരിശോധിക്കാതെ ആ യുദ്ധത്തിന് ഇറങ്ങുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വളരെ പരിചിതമായ വാക്ചിത്രങ്ങളാണ്. ഒരുവൻ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ തന്നെ ത്യജിച്ച് സർവ്വതും ത്യജിച്ച് തൻ്റെ പിന്നാലെ ചെല്ലണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും ശിഷ്യസ്ഥാനം വേണം. പലരും തങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ അതിനടുത്ത ത്യാഗങ്ങൾക്കൊന്നും അവർ തയ്യാറാകുന്നില്ല താനും. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യൻ തൻ്റെ മനസ്സിനെയും ഇച്ഛാശക്തിയെയും ശ്രദ്ധയെയും ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മാറ്റുന്നില്ല എങ്കിൽ സ്വച്ഛമായി യേശുവിലേക്ക് നോക്കുവാനായിട്ട് അവന് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങിലേക്ക് നോക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. കർത്താവിൽ സ്നേഹമുള്ളവരെ, എൻ്റെ വോക്കൽ കോഡിന് ചെറിയ നീർക്കെട്ട് വന്നതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം മെസ്സേജ് ടൈപ്പ് ഇടാനായിട്ട് ഇടയായത്. 4 ദിവസമാണ് വോയിസ് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഭേദപ്പെട്ടപ്പോൾ ഒരു മെസ്സേജ് എടുക്കുകയായിരുന്നു. എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച എല്ലാവരോടും, പ്രാർത്ഥിച്ച എല്ലാവരോടും, വേഗം സുഖമാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ, നമ്മുടെ ഗാർഡിയൻ ഏഞ്ചലിലെ സാറായിരിക്കുന്ന മത്തായിച്ചൻ്റെ മകൾ ഡോക്ടർ രേഷ്മയോടും, അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരോടും ഒക്കെ ഒത്തിരി നന്ദി പറയുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.